വോട്ടോട്ടം ഇപ്പോൾ ഉള്ളത് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊട്ടിയത്തെ ശാഖയിലാണുള്ളത്. ഇവിടെ ഏകദേശം 500ഓളം ജീവനക്കാർ ഇവിടെ ഈ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം 11 ഏക്കറോളം വിശാലമായി കിടക്കുന്ന ഫാക്ടറിയാണ്. നിരവധി ജീവനക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ നോക്കണം. ഒപ്പം തന്നെ അവരുടെ മനസ്സിൽ എന്താണ്, കൂടാതെ തന്നെ അവർ ആർക്കൊപ്പമാണ് ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുക, അതെന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മളൊപ്പം കുറച്ചുപേരുണ്ട്. പേരെങ്ങനെയാ? ശശികല. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എങ്കിൽ പോലും ആർക്കാന്ന് എന്ന് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിന്റെ കാരണം ഉണ്ടാകണമല്ലോ. അത് എങ്ങനെയാ? ഞങ്ങൾ മുകേഷിനൊപ്പം, മുകേഷിനാണ് വോട്ട് ചെയ്യുന്നത്. പിന്നെ LDF സർക്കാരാണ് ഞങ്ങൾക്ക് ഇവിടെ ഫാക്ടറി തുറക്കുന്നതും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഞങ്ങളിവിടെ ഈ ഫാക്ടറി 2016 മുമ്പ് അടച്ചിട്ടിരുന്നത്. 11 മാസത്തോളം ജോലിയില്ലാതെ ഞങ്ങൾ പുറത്ത് കിടന്നത്. ഞാൻ ഉൾപ്പെടെ ഈ ഗവൺമെന്റിൽ നിരാഹാരം കിടന്നിട്ടുണ്ട്. പിന്നീട് ഇവർ കയറിയതിന് ശേഷം ഞങ്ങൾക്ക് ചിങ്ങി 1 തന്നെ ഫാക്ടറി തുറന്നു, ജോലി തന്നു. അതിനുശേഷം 7-8 ജോലി ചെയ്തിട്ട് 1 വർഷത്തെ ബോണസ് ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം 18 വർഷത്തോളം മുടങ്ങിക്കിടന്ന ഗ്രാറ്റുവിറ്റി പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് അത് കൊടുത്ത് കൂലി കൂട്ടി തന്നു, ബോണസ് കൂട്ടി തന്ന് മാസത്തിൽ 15 ഇല്ലെങ്കിൽ 12, 14 അതിനകത്തുള്ള ജോലി ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിനും പോലെ കോൺഗ്രസ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ അടഞ്ഞു കടന്ന് പുറത്തായിരുന്നു. ജോലിക്ക് പല ഫാക്ടറികളിൽ പോകുന്നവരുണ്ട്, ഇല്ലാതെ വയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളെ ഫാക്ടറി തുറന്ന് 15 ദിവസത്തെ ജോലി തന്നാലും ഞങ്ങൾക്ക് അത് സന്തോഷമാണ്. അതാണ് ഞങ്ങൾക്ക് ആവശ്യവും. അതേ അഭിപ്രായം തന്നെയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തുടർന്ന് ജോലി വേണം. ഞങ്ങൾക്ക് പകുതി ആൾക്കാരും ജോലികളാണ്. തുടർന്ന് ESയുടെ ആനുകൂല്യങ്ങൾ കിട്ടണം. അങ്ങനെയുള്ള ജോലികൾ മറ്റ് സ്ഥാനാർത്ഥികളുണ്ട്. NK പ്രേമേന്ദ്രനുണ്ട്, ഒപ്പം തന്നെ കൃഷ്ണകുമാർ ജിയുണ്ട്. അതിലാര് ജയിച്ചാലും നമുക്ക് ജോലി കിട്ടണം, അത്രേ നമുക്ക് അഭിപ്രായമുള്ളൂ. പ്രേമേന്ദ്ര സാറിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. 2016 ജയിച്ചതിന് ശേഷം ഈ ഫാക്ടറിയിൽ വന്നപ്പോൾ ഈ പറങ്കാവിന്റെ ഷോട്ടില് ഇവിടെ ഇങ്ങനെ നിരന്നിരുന്നായിരുന്നു എല്ലാവരും കൂടെ ചോറുണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്ന് എന്നോട് ചോദിച്ച്, പിന്നെ ഇവിടെ ചോറ് തിന്നാൻ സ്ഥലമൊന്നും ഇല്ലേ, ഇവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? അപ്പോഴും ഞാൻ പറഞ്ഞ്, ഇപ്പൊ ഇവിടെ വേറെ ഒരു കൺവീനർ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം കൂടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, പിന്നെ ശശികല ചെന്ന് സംസാരിക്കും, നമുക്കൊരു ഊണുമുറി കെട്ടിത്തരാൻ MP ഫണ്ടിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി ഞാൻ ചെയ്തു തരാം. പക്ഷെ പിന്നെ ഇതുവരെ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ആ കെട്ടിടം അവിടെ മേഴ്സിക്കുട്ടിയമ്മ സഖാവ് ചെയ്തു തന്നു. അവർ മന്ത്രിയായിരുന്നപ്പോൾ അവർ ചെയ്തു തന്നു. അതേ അഭിപ്രായം. ഞങ്ങൾ 3 പേരും രോഗികളാണ്. ഞങ്ങൾക്ക് ജോലി കിട്ടണം, ES ആനുകൂല്യങ്ങൾ കിട്ടണം. ESയിൽ ഞങ്ങൾക്ക് 2 ആഴ്ചയുടെ കുറവിൽ ഇപ്പൊ പുറത്ത് വയ്ക്കാം. ഇതിപ്പോ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മാസത്തിൽ 15 ജോലി ഉള്ളതായാലും ഇവിടുത്തെ. പിന്നെ ഞങ്ങൾക്ക് സുഖമില്ലായതുകൊണ്ട് ഞങ്ങൾ ജോലിക്ക് കയറാത്തതിന്റെ കുറ്റം കൊണ്ട് ഹാജർ കുറവുണ്ട്. എന്നാലും ഇൻസുലിനും മരുന്നും എല്ലാം ആ രീതിയിൽ ഞങ്ങളെ ജീവിതം അറ്റൻസ് എന്റെ മോന്റെ ചികിത്സയും എല്ലാം ഞങ്ങൾക്ക് ES വഴിയൊക്കെ കിട്ടിയത്. ഇപ്പൊ ജോലി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇനി അത് പറ്റുന്നത്, അത് നിലനിൽക്കണം. തീർച്ചയായും. എന്തായാലും അവരുടെ പ്രതികരണം ഇതാണ്. നമുക്ക് മറ്റുള്ളവരുടെ പ്രതികരണം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഡ്യൂട്ടി സമയത്ത്, മറ്റേ ഇടവേളകളുടെ സമയത്ത്, ചോറുന്ന ആ ഒരു സമയത്തായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ? നല്ല ചൂട്, ഇപ്പോഴത്തെ ചൂടിന്റെ കണക്ക് തന്നെ അവർക്കുള്ള പ്രകടനം നല്ല ചൂടിൽ പോകുന്നുണ്ട്. ആർക്കൊപ്പമാണ് ഇത്തവണ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? നമ്മള് തീരുമാനിക്കുന്നതല്ലല്ലേ. എന്നാലും ഞങ്ങള് കശുവണ്ടി തൊഴിലാളികളാകുമ്പം ഞങ്ങൾക്ക് എന്നും നിത്യവും ജോലി വേണം. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പാർട്ടി ജയിക്കണം എന്നുള്ളതാണ്. നിത്യവും ഞങ്ങൾക്ക് ജോലി വേണം. അതുകൊണ്ട് ഞങ്ങള് കശുവണ്ടി തൊഴിലാളികള് എന്നും ജോലി വേണം. അതുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങള്. അതായത് കഴിഞ്ഞ ഇപ്പൊ കുറച്ച് വർഷമായിട്ട്, അതായത് കഴിഞ്ഞ 2 ടീമിലും NK പ്രേമേന്ദ്രൻ ഇവിടെ നിന്ന് വിജയിച്ച് കയറുന്നുണ്ട്. അപ്പോൾ NK പ്രേമേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഇതിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം ഇത്തവണയും ആ MP തന്നെ വരണമെന്നാണ് നിങ്ങളുടെ കാര്യം? ആരായാലും ഞങ്ങൾക്ക് ജയിക്കുന്നവര് ഞങ്ങൾക്ക് ജോലി നടത്തണം. കശുവണ്ടി തൊഴിലാളികൾക്ക് ചേച്ചി പറയുന്നുണ്ട്. ഇത് തന്നെ എന്റെ അഭിപ്രായം. ആരായാലും ഞങ്ങൾക്ക് ജോലി നടക്കണം. ഞങ്ങള് ഇത് കൊണ്ട് ജീവിക്കുന്നവരല്ലേ. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ജോലി വേണം. എന്റെ പേര് മിനി. അപ്പം ഈ പറഞ്ഞ അഭിപ്രായം തന്നെയാ. നമുക്ക് ആര് ജയിച്ചാലും നമുക്ക് ജോലി കിട്ടണം. കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി വേണം. ഇതിനു മുമ്പ് കുറെ കാലം ഈ ഫാക്ടറി അടഞ്ഞു കിടന്നായിരുന്നു. തോനെ നാളം അടഞ്ഞു കിടന്ന്. പിന്നെ ഇപ്പം LDFന്റെ ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് ജോലി നടക്കുന്നുണ്ട്. ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലേ, ആരാണ് ജയിക്കുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. ചേച്ചിയുടെ പ്രതികരണം എന്താണ്?
ഇത് തന്നെ അവര് പറഞ്ഞത് തന്നെ. എന്നാലും സ്വന്തമായ അഭിപ്രായമില്ല. ജോലി വേണം, അത് തന്നെ. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ജോലി വേണം. എന്തായാലും ആര് ജയിച്ചാലും ജോലി വേണം എന്നുള്ള അഭിപ്രായം മാത്രമാണ്. ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അവർ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അതിൽ വ്യക്തമാക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ചില പ്രതികരണങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ആർക്കൊപ്പമാണ് അവരുള്ളത് എന്നുള്ളത്. എന്തായാലും മറ്റുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ചേച്ചി, ഞങ്ങൾക്ക് ജോലി അടക്കണം. ഏത് പാർട്ടി ജയിക്കുന്നതിന്റെ അല്ല, ഈ പാർട്ടി ജയിച്ചാലേ ഞങ്ങൾക്ക് ജോലി നടന്നുണ്ട്. ഏത് പാർട്ടി? LDF. അതുകൊണ്ട് ഈ പാർട്ടി ജയിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ മുകേഷ് വന്നു കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടും, തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും കുറച്ചുപേരെ കൂടി പ്രതികരണം നോക്കേണ്ടതായിട്ടുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. LDF മുകേഷ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ചേച്ചിയുടെ ആഗ്രഹം? നമുക്ക് ആര് ജയിച്ചാലും ജോലി കിടക്കണം. പിന്നെ ഈ പറയുന്ന കണക്ക് കുറെ പെൻഷൻ എല്ലാം മുടങ്ങി കിടക്കുന്ന അവർക്ക് അത് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കറക്റ്റായിട്ട് പെൻഷനും ആനുകൂല്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യണം ആര് ജയിച്ചാലും. അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഇനി ഇപ്പം മുമ്പത്തെ കണക്ക് ഇടതുവശമായിരുന്നു. ഈ പ്രാവശ്യം ഒരു മാറ്റം വേണമെന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നു. ജനങ്ങൾ തീരുമാനിക്കുന്നു അറിഞ്ഞില്ല. അതിനെക്കുറിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരും. കഴിഞ്ഞ തവണ NK പ്രേമചന്ദ്രനായിരുന്നു. അത് തന്നെ, അതാ മാറ്റങ്ങൾ വരണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആരാ ജയിക്കുന്നതെന്ന്. കാരണം അവർക്കും തോന്നും 2 പ്രാവശ്യമായിട്ട് ഇപ്പം ഇടതുവശം ഭരിച്ചതിനെ കൊണ്ട് ഇനി ഒരു മാറ്റം വേണം എന്ന് തോന്നിയാൽ ചിലപ്പം വേറുള്ളവരും പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റുള്ള പാർട്ടിയിലും പ്രതീക്ഷിക്കാം. അങ്ങനെ മുകേഷ് ജയിക്കുമെന്നാണ് പറയുന്നത്. മുകേഷ് ജയിക്കും, സാധ്യതയുണ്ട്. അല്ല, അതില് മാറ്റം ജനങ്ങളെ രീതി എങ്ങനെയാണെന്ന് ബൂത്തിൽ ചെല്ലുമ്പം അവർക്ക് ചിലപ്പോ തീരുമാനം അന്ന് മാറ്റേണ്ടി വരും. ചിലപ്പം അത് നമുക്കറിയാൻ പറ്റില്ല. ഓരോരുത്തരെയും ഹൃദയത്തിൽ ആർക്കാ ചെയ്യണമെന്നുള്ളത് അവര് ചെന്ന് അന്നേരം അവർക്ക് മനസ്സിൽ എങ്ങനെയാന്ന് വിചാരിച്ച് ചിലപ്പോൾ ചെയ്യുന്നവരുണ്ട്. അല്ലാതെ വീട്ടിൽ നിന്ന് തീരുമാനിച്ചു പോകുന്നവരുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെയൊക്കെ തീരുമാനം ആര് ജയിച്ചാലും നല്ല രീതിയിൽ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണം. ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആരാണ്? മുകേഷ് സാറ്. അതുകൊണ്ടാണ് ഈ ജോലി സാധ്യതകൾ കുറയുന്നത്. അതായത് ഈ അണ്ടിപ്പരിപ്പിന്റെ വരവ് കുറവുകൊണ്ടാണോ, എങ്ങനെയാണത്? അതായത് കയറ്റുമതിയുടെ തോട്ടണ്ടിക്ക് വില കൂടുതലൊന്ന് ഇവിടെ നേതാക്കളൊക്കെ വരുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ അതിനോട് യോജിക്കുന്നു. കാരണം തോട്ടണ്ടി വരുന്നതിന് ബുദ്ധിമുട്ട്, വില കൂടുതൽ, അങ്ങനെയൊക്കെ പറയുന്നത്. അവര് പറയുന്ന നമ്മള് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ 10 ദിവസം ജോലി വെക്കും. പിന്നെ ഞങ്ങൾക്ക് 2-3 ദിവസം ഒരു ക്യാപ്പ് ഉണ്ട്, റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ തരുന്നുണ്ട്. റെസ്റ്റും ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് വീണ്ടും ജോലി കിട്ടണം. പിന്നെ ഹോസ്പിറ്റല് നമുക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി നടന്നെങ്കിലേ നമുക്കൊരു അസുഖം വന്നാൽ ESIയിലേക്ക് നമുക്ക് മരുന്ന് കിട്ടത്തുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ പല രോഗികളുണ്ട്. അന്ന് നമുക്ക് പിന്നെ ആര് ജയിച്ചാലും, അതിപ്പം മുകേഷ് സാറായാലും പ്രേമചന്ദ്രൻ ജയിച്ചാലും നമുക്കെന്ന് വെച്ചാൽ ജോലി കിട്ടുക. അതാണ്. അതൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നമുക്ക് ജോലി വേണം. അതാണ് നമ്മളെ ആഗ്രഹം. നമ്മൾ കഴിക്കുന്ന അണ്ടിപ്പരിപ്പായി മാറാൻ ചില കുറച്ചധികം പ്രോസസ്സുകളുണ്ട്. ഏകദേശം 3 പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിപണിയിൽ വാങ്ങിക്കുന്ന ഒരു അണ്ടിപ്പരിപ്പ് എന്ന രൂപത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അതിന്റെ ആ പ്രോസസ് നമുക്കൊന്ന് കാണാം. ഒപ്പം തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങളും നോക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? ഇത് എങ്ങനെയത്? 2 അടി അടിക്കുമ്പോ പരിപ്പെടുക്കാം. 1, 2 അല്ല 3. അതല്ല, ഈ തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ, എങ്ങനെയാ തീരുമാനിച്ചോ ആർക്കാ വോട്ട് ചെയ്യുന്നതൊക്കെ? നമ്മളെ മനസ്സ് പറയുന്നവർക്കല്ലേ നമ്മൾ ചെയ്യും. അതാണ്. എന്നാലും ഇപ്പം നിലവിലുള്ള MP-യുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വീണ്ടും വന്നാലും പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഇല്ല, ഞങ്ങൾക്ക് ജോലി വന്നാൽ മതി. അത്രേ ഉള്ളൂ. ഇവിടെ എങ്ങനെയുണ്ട്? ഇതെങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. വറുത്തോണ്ടിടും. പിന്നെ ഇത് വറുത്തോണ്ടിടുമ്പോ നമ്മളത് തല്ലി പരിപ്പാക്കി അവർക്ക് കൊടുക്കുന്നു. ഇത് തല്ലിയെങ്കിലേ ഞങ്ങൾക്ക് ചെലവിനുള്ളൂ. ആര് ജയിച്ചാലും എടുത്താലും ഞങ്ങൾക്ക് ജോലി വേണം. പറയാ പറയാനുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്ക് മറ്റ് ചേച്ചി, എങ്ങനെയാ അതേ പ്രതികരണം തന്നെയാണോ? അതേ പ്രതികരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാട്ടിന്റെ പീഡനം കുറയണം ആദ്യമായിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ പേടി. കുഞ്ഞുങ്ങളെ എങ്ങോട്ടും വിടാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഉദ്ദേശിച്ച് സിദ്ധാർത്ഥന്റെ അടക്കമുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ടാണോ? കോളേജിൽ പഠിക്കുന്ന സിദ്ധാർത്ഥന്റെ? കോളേജിലെ ആയാലും ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി അവനെ തൂക്കി കൊല്ലാൻ വിളിച്ചണൊക്കെ അതിന്റെ ഒന്നും ആയില്ലല്ലോ. ഒന്നും അറിയാമോ ഇപ്പൊ? പിന്നെ അങ്ങനെയൊക്കെ എന്തിനാ പുറത്ത് അങ്ങനെ വിടുന്നത്?
അങ്ങനെയൊക്കെ വിടാതെ നമുക്ക് പിന്നെ ഈ ഭയമില്ലാതെ ഭയമില്ലാതെ നമുക്ക് ജീവിക്കണം. പുറത്തോട്ട് നമ്മളെ കുഞ്ഞുങ്ങൾ പണ്ട് എങ്ങനായിരുന്നു, എല്ലാ വീട്ടുകളിലും കയറി ഇറങ്ങിയും പോവുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഒരു വീട്ടിലോട്ട് നമുക്ക് ഇറക്കാൻ വിടാൻ പറ്റത്തില്ല. നമുക്ക് പേടിയാണ്. ഒരു ആൺകുഞ്ഞിനെ പോലും അതിലത്തൊരു വീട്ടിൽ വിടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഭയപ്പാടുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് നമ്മളെ നാട്ടിൽ ക്ഷാമമില്ലാതെ ജീവിക്കണം. നമുക്ക് ജോലി വേണം. വർഷത്തിൽ നമുക്കൊരു 10-200 ജോലിയെങ്കിലും കിട്ടണം. അതൊന്നും നടക്കില്ല. ഇപ്പൊ 6 ജോലി 7 ജോലി മാസത്തിൽ കിട്ടുന്നത്. നിലവിലുള്ള എംപിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടലൊക്കെ ഉണ്ട്? നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇപ്പം വരെ നമ്മൾ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല. നമുക്ക് നല്ല പ്രവർത്തനമാണ് നമ്മൾ ആശിക്കുന്നത്. തവണ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്? എന്തായാലും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആർക്കാണ് വോട്ട് ചെയ്യുന്നത് തീരുമാനിച്ചിട്ടുണ്ട്? നമ്മളെ മനസ്സിലിരിക്കല്ലേ അവനെ. ഒരു മാറ്റം വേണമെന്നാണോ അതോ തുടരട്ടെ എന്നാണോ? എല്ലാം നമുക്കിപ്പോ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു ഭരണം വരണം. പണ്ട് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇവരൊക്കെ ഉള്ള കാലത്ത് നമുക്കൊരു ഭയമില്ല. അതുപോലെ ഭരണം ആയിരിക്കണം. പണ്ട് എന്റെ കുഞ്ഞിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർക്ക് നിൽക്കാൻ വയ്യാതെ വരുമ്പോൾ 145 പ്രഖ്യാപിക്കും, 144 പ്രഖ്യാപിക്കും. പക്ഷെ അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. രണ്ടുപേര് അടുത്തിരുന്ന് സംസാരിക്കത്തോലുമില്ല, പേടിച്ചോടും. അതൊക്കെ അല്ലേ നല്ലത്. അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ വരണം. വീണ്ടും അടിയന്തരാവസ്ഥ വരണമെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനല്ല. എന്ന് വെച്ചാ ഇപ്പൊ പോലീസുകാരെ കണ്ടാലും ഒരു പേടിയില്ല കൂടുതലും. പക്ഷെ അവരെ കണ്ടാ ഭയക്കണം. അതാണ് വേണ്ടത്. അത്തരത്തിലുള്ള പ്രതികരണമാണ് ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ളത്. ചേച്ചി എങ്ങനെയാ? ചേച്ചി മാസത്തിൽ ഒരു 15 ജോലിയെങ്കിലും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാജരടഞ്ഞ് നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ കറ വന്ന് തിന്നുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്നും നേട്ടമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 കിലോ കൊടുക്കുമ്പോൾ 250 രൂപ തികച്ച് തന്നെ കിട്ടത്തില്ല. പിടിയും മതിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടുന്നതേ ഉള്ളു. പിന്നെന്ന് പറഞ്ഞാൽ അറ്റൻസ് തികഞ്ഞെങ്കിലേ നമുക്ക് ESI ആനുകൂല്യം ഉള്ളു. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം തൊഴിലാളികൾ ഒരുപാട് പേരും അസുഖമുള്ളവരൊക്കെ. നമ്മളവിടെ ESI ചെന്നാൽ നമുക്ക് ചില ദിവസം ചെല്ലുമ്പോൾ മരുന്ന് കാണത്തില്ല, ചില ദിവസം മരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിലെന്താണ് അവർ പറയുന്നത്? നമ്മൾ ഇത് ചെല്ലുമ്പോൾ മരുന്നില്ലാത്തതിന്റെ കാര്യം ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? അവർ പുളിയെ ചിലപ്പം സ്റ്റോക്ക് വരാനുണ്ടായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെയാ പറയുന്നത്. അത് നമ്മൾ വിശ്വസിച്ചിന് പോരും. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും അടഞ്ഞെങ്കിലേ നമുക്ക് മരുന്നുള്ളെന്നാ പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് കഴിവതും ഒരു 15 ജോലിയെങ്കിലും മാസത്തിലുണ്ടെങ്കിലേ ചികിത്സ കിട്ടത്തുള്ളൂ. അപ്പം ഈ പറയുന്ന ജനപ്രതിനിധികളും ഇപ്പൊ ആരൊക്കെയാ സ്ഥാനാർത്ഥി എന്ന് അറിയാമല്ലോ, അവരൊക്കെ ഇവിടെ സന്ദർശിക്കാറൊക്കെ ഉണ്ടോ? അവരിപ്പം വന്നതിലിപ്പം ഒരാളെ ഇന്ന് വന്നോളൂ. ഇനി വരാൻ 3 പേരെങ്ങാണ്ടുണ്ട്. 3 അല്ലല്ലേ, BJPയുടെ ഉണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്. 3 പേരുണ്ട് വരാൻ. നിലവിൽ വന്നവരാണ്? നിലവിൽ വന്ന മുകേഷ് മെമ്പർ നമ്മളെ CPMന്റെ, ഇനി കോൺഗ്രസിന്റെ ഉണ്ട്, BJPയുടെ ഉണ്ട്. അപ്പൊ അവര് വരുമ്പോ അവരെ അഭിപ്രായം കൂടെ അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ആർക്ക് വോട്ട് കൊടുക്കാൻ. ആർക്ക് വോട്ട് കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കും. കാര്യം അങ്ങനല്ല, വന്ന് അവരെ അഭിപ്രായം അറിയുന്നതല്ല. അവര് നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്ന വ്യക്തിക്ക് നമ്മൾ വോട്ട് ചെയ്യൂ. വന്നവരിങ്ങനെ ഇപ്പം മുകേഷിനെ നമ്മൾ കണ്ട സിനിമ തന്നെ ഓക്കെ സമ്മതിച്ച്. പക്ഷെ എന്ന് പറഞ്ഞിട്ടായില്ല, ജനങ്ങളെ കാര്യങ്ങളും കൂടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അതല്ലേ? അങ്ങനെ തന്നെയാണ്. എന്തായാലും മറ്റു പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതായിട്ടുണ്ട്. ചേച്ചി തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, എന്തായി? തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഉത്സാഹമുണ്ട്. അതിന് നല്ല ആളുകൾ ജയിക്കണം, നാട് ഭരിക്കണം, പെൻഷൻ മാസം തോറും കിട്ടണം. അവരുള്ള ഇപ്പോഴത്തെ ഭരണം പോരെന്നാണോ? ഭരണം ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഭരണത്തിനാരും തന്നെ പറയുന്നത്. നമുക്കിപ്പം പെൻഷൻകാർ പ്രായം ചെന്ന് ഒരുപാട് ആൾക്കാരില്ലേ പെൻഷൻ കിട്ടാതെ പ്രശ്നം. അവർക്കൊക്കെ പെൻഷൻ കിട്ടണം, സാധനങ്ങളെ വില കുറയണം, നാട് നന്നാവണം. അത്ര തന്നെ കഷ്ടം. അതിനുവേണ്ടി വോട്ട് ചെയ്യും. വോട്ട് ചെയ്യാതിരിക്കില്ല, എന്തായാലും വോട്ട് ചെയ്യാതിരിക്കത്തില്ല, വോട്ട് ചെയ്യും. ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ലല്ലോ? തീരുമാനം എടുത്തിട്ട് അത് പുറത്തു പറയാൻ പറ്റത്തില്ല, അതാരത്തും പറയത്തില്ല, അത് മനസ്സിൽ തന്നെ തന്നെ ഇരിക്കുക. നമ്മൾ ആർക്കാലും ഒരു വോട്ട് നമ്മളിവിടെ നമ്മളെ നാട് നന്നാക്കാൻ നമ്മളെ രീതി വരുന്ന ആർക്കാലും നമ്മൾ ആ വോട്ട് കൊടുക്കും. എങ്ങനെയാണ് എന്തോന്നാ ഇലക്ഷനാണ്. ഇലക്ഷൻ എന്താ, നമുക്ക് ജോലി അടക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ ജോലി ഇല്ല. നമുക്ക് മാസത്തിൽ 7 ജോലി 8 ജോലി. ഇവരെന്താ പറയുന്നത്? ഇത്രയും ജോലി ഇത്രയും കുറഞ്ഞു പോകുമ്പോ ചോദിക്കുമ്പോ എന്താ പറയുന്നത്? പൈസ ഒന്നുമില്ല,
പണ്ടില്ലെന്നൊക്കെ പറയുന്നു. അല്ലാതെ പക്ഷെ നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ നല്ല വിലയല്ലേ ഇതിന്? നല്ല വിലയാണ്. നമുക്ക് 36 രൂപ ഇല്ലറിയില്ല, ഇപ്പൊ 52 അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വല്ല കാര്യങ്ങളും നടക്കും, ഒന്നും നടക്കത്തില്ല. ഇവിടെ നിന്ന് എത്രത്തോളം ഇത് ക്യാഷ്നട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്? എത്രത്തോളം നിങ്ങൾ ഒരു ദിവസം? നമുക്കറിയാൻ പറ്റില്ല. നമ്മള് കൂടിപ്പോയാൽ 10 കിലോ അടുപ്പിച്ചൊക്കെ ജോലി ചെയ്യും. ഒരാള് ഒരു ദിവസം 10 കിലോ അടുപ്പിച്ച് ചെയ്യും. പിന്നെ നല്ല തോട്ടണ്ടി നല്ലതാണെങ്കിൽ അതിലും ജോലി ചെയ്യാം. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ജയിച്ചാലും വന്നാ മതി ഒരു കണക്ക്, ഞങ്ങൾക്കൊക്കെ ഓരോന്ന് തരാം. ആര് വരാൻ? ജയിക്കുന്നവരെ വന്നാ മതിയെന്ന് തിരിച്ച്. ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ? ഇപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്നു തുടങ്ങി. നാളെ മുകേഷ് ഇന്നാ വന്നു. അതുപോലെ ഇന്നലെ ജോലി തുടങ്ങിയത്. അന്നേരം കുറച്ച് ദിവസമായിട്ട് ജോലി ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉള്ളായിരുന്നു, പിന്നെ ഇന്ന് ജോലി തുടങ്ങിയത്. സ്ഥാനാർത്ഥിയോട് എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്തോ? എന്തോ പറയുന്നു, വട്ടമിട്ട് ഞങ്ങളെല്ലാരും മാലയൊക്കെ ഇട്ട് പോയി. അതായത് കൂടുതൽ ജോലി വേണം, ഒരു മാസം കൂടുതൽ ജോലി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ലല്ലേ, സംസാരിക്കാനും സമയം കിട്ടിയില്ലല്ലേ നമുക്ക്. ജസ്റ്റ് വന്ന് കണ്ടിട്ടങ്ങ് പോയി. അത്രേ ഉള്ളൂ. ഈ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ വരും എല്ലാ വർഷവും ഇങ്ങനെ വരുന്ന? വരും. പിന്നെ നമ്മളെ പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴും എല്ലാരും വരും. ഇത്തവണ ഇലക്ഷനൊക്കെ അല്ലേ, അപ്പം എന്താണ് ഈ വോട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചോ? വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യണ്ടേ നമുക്ക് വർഷത്തിൽ ഒന്ന് കിട്ടുന്ന വോട്ട്, അത് നമ്മളോട് ചെയ്തില്ലെങ്കിൽ എന്തുവാ? ആർക്കാണെന്നൊക്കെ തീരുമാനിച്ചോ? അതൊക്കെ ഞങ്ങള് സീക്രട്ടായിട്ട് വെച്ചിരിക്കുക, അതൊന്നും പുറത്തിറക്കില്ല. സീക്രട്ടായിട്ട് നിന്നോട്ടെ. എങ്കിൽ ഒരു മാറ്റം വേണമെന്നാണോ അതോ ഇപ്പോഴുള്ള ഭരണം തുടരട്ടെ എന്നാണോ പറയുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തോ പറയാനാ, ഞങ്ങൾക്ക് എന്താണ് ഇപ്പോഴുള്ള ഭരണം വേണ്ട. അതായത് സംസ്ഥാനം ഭരിക്കുന്ന ആണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പം, നമുക്ക് വല്ലപ്പോഴുള്ള ജോലിയല്ലേ ഉള്ളു. എന്തിനായത്? പക്ഷെ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോഴേ പറഞ്ഞത്, അതായത് കുറെ കാലമായിട്ട് ഇത് അടച്ചിട്ടിരുന്നത്, അതിനുശേഷം LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത് തുറന്നു നൽകിയതൊക്കെയാണ് പറയുന്നത്. എന്നാലും ജോലിയില്ലല്ലേ, 5-6 ജോലിയാ തരുന്നത്. ഇനി ഞങ്ങൾക്ക് എന്ന് അടച്ചാൽ ഇപ്പോഴങ്ങും ജോലിയില്ല. നമ്മള് വീട്ടിൽ നിൽക്കുക, ഇപ്പൊ ആണുങ്ങൾക്ക് പോലും ജോലി ഇല്ലാതെ വയ്ക്കുന്ന ജോലി. പിന്നെ അടച്ചാൽ പിന്നെ വോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ജോലി കാണത്തില്ല. എന്തിനാ ഭരണം വേണ്ട, അങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചോളൂ. ഞാൻ ചോദിക്കുന്നത് ജോലിപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വേതനം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? ജോലി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ജോലി ഉള്ള ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ വേതനം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്. അതായത് ഒരു മാസത്തിൽ എത്ര ജോലി വരെ കിട്ടും? മാസത്തിൽ നമുക്ക് കറക്റ്റായിട്ട് മാസത്തിൽ പറയാൻ പറ്റത്തില്ല. ചില മാസം ജോലി കാണത്തില്ല, ചില മാസം 10 ജോലി, 15 ജോലി, 12 ജോലി, 7 ജോലി, അങ്ങനെയൊക്കെയുണ്ട്. അത് തന്നെ. അത് ഈ ജോലി ഒരു മാസം ഇത്ര ജോലി വേണമെന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലിവരൊക്കെ എന്താ പറയുന്നത്? ഈ സ്ഥാനാർത്ഥികളൊക്കെ വരാറുണ്ടോ? അവര് നടത്തുമെന്ന് പറയും. പിന്നെ ഇപ്പോഴും മാസം തോറും കുറച്ച് ജോലിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് വാക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് ജോലി നടന്ന് പിന്നെ ഹാജരടഞ്ഞിട്ടുണ്ട്, മരുന്നിനൊക്കെ ഹാജരടഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇപ്രാവശ്യം നമുക്ക് ഈ 6 മാസത്തെ പീരീഡ് അടഞ്ഞതും മരുന്നിനുമൊക്കെ നമുക്ക് ഹാജരടങ്ങിയൊക്കെ ചെയ്തത്. ഇത്തവണ ഒരു മാറ്റം വേണമെന്നാണോ അതോ നിലവിൽ തുടരട്ടെ എന്നാണോ? അത് 100% ഒരു മാറ്റം വേണം എവിടെയായാലും. 10 വർഷം കൊണ്ട് ഇരുന്നിട്ടും നമുക്ക് കശുവണ്ടിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല പ്രേമേന്ദ്രൻ, അതെവിടെയും പറയുന്നു. അതുകൊണ്ടൊരു മാറ്റം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്യുമെന്ന് ഞാനും പറയുന്നില്ല, മാറ്റം അത്യാവശ്യം. ഒരു മാറ്റം വേണമെന്നാണ്. ഒരു മാറ്റം വേണം. ഇന്ന് പറഞ്ഞ പോലെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ രീതിയിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇല്ല, നമ്മളെല്ലാം കേട്ടോണ്ട് നിന്നല്ല, നമുക്ക് അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുമെന്ന് തോന്നുന്നു. എല്ലാം മാറട്ടെ, എല്ലാത്തിനും മാറ്റം വരട്ടെ, അതല്ലേ പറയാൻ പറ്റൂ. ചേച്ചിയുടെ അഭിപ്രായം എന്തോ? ഇതൊക്കെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ജോലി കിട്ടണം. ആര് ജയിച്ചാലും ജോലി കിട്ടണം. 10 ജോലി 5 ജോലിയൊക്കെ തരുന്നു, ഞങ്ങൾക്ക് ജോലി വേണം. അതില് ഈ ആളുകളൊക്കെ പറയുമ്പോ എന്താ പറയുന്നത്? നമ്മളെന്താ പറയുന്ന, അവര് പറയുന്ന ജോലി തരും, ഒരു ചെയർമാൻ ഇരുന്നോണ്ട് പറയുന്നത് ഞങ്ങൾക്ക് ജോലി തരുന്ന. പക്ഷെ അവര് തരുന്നത് 10 ജോലി, ചിലപ്പോ 8 ജോലി, അങ്ങനെയൊക്കെയാ ജോലി തരുന്നത്. എത്ര ദിവസത്തിന് ശേഷം ഇപ്പൊ വീണ്ടും ഇപ്പൊ കഴിഞ്ഞ ജോലി തന്നെ ഒരു 8 ജോലി തന്നു. ഇപ്പൊ വീണ്ടും ഇപ്പൊ പറയുന്ന ഇനി ഒരു 3 ദിവസത്തെല്ലാം കൂടി ഉണ്ട്, അപ്പൊ 8 ജോലിയായി. 8 ജോലി വീതം മാസത്തിൽ തരുന്നത്. ഇലക്ഷൻ ആവുന്ന സമയത്തൊക്കെ ആവുമ്പോ എല്ലാരും നമ്മളെ കാണുമ്പോ എല്ലാരും വന്ന് കണ്ടിട്ട് പറയാ നിങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും അവര് തരും. അവര് വാഗ്ദാനങ്ങൾ തന്നിട്ട് പോയിട്ട് പിന്നെയും വരുന്ന ഇത് തന്നെ, മാസത്തിൽ 8 ജോലി 5 ജോലി വരെ ചെയ്ത മാസങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വരുമ്പോ ഈ കാര്യങ്ങളൊക്കെ പറയൂ. സ്ഥാനാർത്ഥികൾ വരുമ്പോ പറയാനല്ലേ പറ്റും. അവര് പറയുമ്പോ അവര് എല്ലാം ശരിയാക്കാന്നും പറഞ്ഞല്ലേ പോന്നേ. അവരെ ജയിപ്പിച്ചു വിടുന്ന, അവരെല്ലാം ശരിയാക്കി തരാന്നും പറഞ്ഞു പോകും.
പിന്നെ പോയിട്ട് അവരെ വരുന്നു, പിന്നെ നമ്മൾ കണ്ടിട്ട് കണ്ട. ഇത്തവണ വോട്ട് ചെയ്യുന്നില്ലെന്നാണ്? ആര്? ഞാനോ? വോട്ട് ഇത്തവണ ഞാൻ ചെയ്യുന്നില്ല. എന്ത് പറ്റി? ചെയ്യത്തില്ല. അതായത് എന്തെങ്കിലും ചെയ്തിട്ടെന്താ ഫലം? എന്താ? ഒരു ഫലവും ഇല്ല. നമ്മൾ ജീവിക്കാനല്ലേ വരുന്നേ. അവർക്ക് വോട്ട് ചെയ്തിട്ട് അവരെ വോട്ട് ചെയ്തിട്ട് നമുക്ക് ജോലി തരണം. അത് അവരൊരു ജോലിയും തരുന്നില്ല. അവര് മാസത്തിൽ 5-6 ജോലി എന്നിട്ട് എന്തോ ഫലം? ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില എന്തുവാ? അവര് ഇപ്പൊ എത്ര നാൾ കൂടി ഇപ്പൊ ഈ കൂലി ഇപ്പൊ കൂട്ടി തന്നത്? ആ കൂലി കൂട്ടി തന്നിട്ട് ഇപ്പൊ ഞങ്ങൾ 8 ദിവസത്തെ ശമ്പളം മേടിച്ചു ഇത്രയും നാളിനകം വെച്ച്. അവര് ജോലി തരാം, എല്ലാ വാഗ്ദാനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവര് തരുന്ന ജോലി 5-6 ജോലി. അവര് വന്നിട്ട് ഞങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തു തരാന്നും പറഞ്ഞല്ലേ ഇവിടെ വരുന്നേ. അവര് പ്രസംഗിച്ചിട്ട് പോകുന്ന കണക്കൊന്നുമില്ല. അത്രേ ഉള്ളൂ. എല്ലാം അവർക്കുള്ള വാക്കിലേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. പ്രവൃത്തിയിൽ കാണണമെങ്കിൽ ഞങ്ങൾക്ക് മാസം ഒരു 20 ജോലിയെങ്കിലും തരണം. ഞങ്ങൾ എത്രയെങ്കിലും ചോദിക്കുന്നു, 20 ജോലിയെങ്കിലും താ. അത് തരുന്നില്ലല്ലോ. എന്തായാലും നിരവധി അഭിപ്രായങ്ങളാണ് ഇവിടുത്തെ ജീവനക്കാർ പങ്കുവെക്കുന്നത്. പലരും പറയുന്നത് അവർക്ക് ഒരു മാസം 15 മുതൽ 20 വരെയുള്ള ജോലി ദിനങ്ങൾ ചെയ്തു കൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവർ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആർക്കൊപ്പമാണ് ഇത്തവണ ഞങ്ങൾ സംവിധാന അവകാശം രേഖപ്പെടുത്താൻ പോകുന്നതെന്നുള്ള പരസ്യപ്പെടുത്തി ചിലർ പറയുന്നുണ്ട്. ചിലർ അത് സീക്രട്ടാണ് എന്നുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഏവരും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, ആര് വന്നാലും ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നടപ്പിലാകട്ടെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. എന്തായാലും ആ തീരുമാനങ്ങളിലേക്ക് അധികൃതർ കടക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം.